ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പുമാവാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഈ റവ ഉപ്പുമാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റവ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം. ഇത് 200 ഗ്രാം റവയാണ് കേട്ടോ ഉള്ളത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറക്കാത്ത റവയാണ്. ഈ റവ നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിലും ഒരു 2-3 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് വറുത്തതിന് ശേഷം വേണം കേട്ടോ ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. റവ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുത്താൽ മാത്രമേ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാതെ നല്ല വേറിട്ട് കിടക്കുന്ന ഉപ്പുമാവ് കിട്ടുകയുള്ളൂ. റവ വറുത്ത് നല്ലൊരു വാസന വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ റവ കറക്റ്റ് പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട് റവ വറുത്തെടുക്കുവാൻ വേണ്ടിയിട്ട്. കളറൊന്നും മാറാതെ വൈറ്റ് കളറിൽ തന്നെ റവ വറുത്തെടുക്കണം. വറുത്ത ഈ റവ വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ തിളച്ച വെള്ളമാണ് എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു അളവിലാണ് ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. റവ അളന്നെടുക്കുന്നത് ഗ്ലാസ്സിലാണെങ്കിൽ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ. വെള്ളം തിളച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. വെള്ളം ഇവിടെ തിളച്ചു വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉപ്പുമാവിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കണം. ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി തന്നെ വേണമെന്നില്ല. ചെറിയ ഉള്ളിക്ക് പകരം ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. നമുക്കിനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്. അരിഞ്ഞെടുത്ത ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ബീൻസ് ആണ്. ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 ബീൻസ് ആണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കിടന്ന് തന്നെ വേണം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ട് കിട്ടേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു 4-5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് കുക്കായി വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ അളവിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നാളികേരം ചേർക്കുന്നത് ഓപ്ഷണൽ ആണ് കേട്ടോ. നാളികേരം ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരളവിൽ തന്നെ നാളികേരം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നാളികേരം ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ,
ആ തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഉപ്പുമാവിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു പൊടിക്കുപ്പ് മുമ്പോട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ഉപ്പുമാവ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഉപ്പുമാവിൽ കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നെയ്യ് ആഡ് ചെയ്യണമെന്നില്ല. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഒരുമിച്ച് റവ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പുമാവ് ആകെ കട്ട പിടിച്ച് പോകും. റവ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസിൻ്റെ ഒന്നും കളറ് മാറാതെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും. ഇനി ഉപ്പുമാവിലേക്ക് അല്പം മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം നമുക്ക് ഉപ്പുമാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവ് കുഴഞ്ഞൊന്നും പോവാതെ കറക്റ്റ് ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ വെറ്റായിട്ട് കുഴഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ള ഉപ്പുമാവാണ് ഇഷ്ടമെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടി കൂടുതലായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ മല്ലിയില ചേർത്ത് ഉപ്പുമാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടച്ചതിന് ശേഷം ഉപ്പുമാവ് ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഉപ്പുമാവ് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണിത്. നമ്മൾ ഈ ഉപ്പുമാവിൽ നിറയെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ കറിയുടെ ആവശ്യം തന്നെയില്ല. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.